ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ രാവിലെ മുതൽ ഉച്ചവരെയുള്ളൊരു പണിയും വിശേഷങ്ങളും കൂടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ തലേ ദിവസത്തെ വീഡിയോ ഉണ്ട് ഇതിൽ. അപ്പോൾ അത് രാവിലെ പുട്ടിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. റേഷൻ്റെ അരി, മട്ടരി ഇല്ല, അതിൻ്റെ പൊടിയാണ്. അപ്പോൾ അത് പുട്ടിനായിട്ട് പൊടിപ്പിച്ചതാണ്. അപ്പോൾ അതിലേക്ക് ഇതാ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ. അപ്പോൾ അത് അതിലേക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ച് ഒന്ന് നനച്ചെടുക്കാം. അപ്പോൾ അതാ എല്ലാതും ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. കൂടുതലായിട്ട് വെള്ളം ആവരുത്. അപ്പോൾ അതാ അതിലേക്ക് കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അരമുറി തേങ്ങയാണ് അതിട്ട് കൊടുത്ത ശേഷം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് അതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാതും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അഥവാ വെള്ളത്തിൻ്റെ നനവ് കുറവുണ്ടെങ്കിൽ ഒരു സ്വല്പം കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടില്ല. തേങ്ങ ഇട്ടത് കൊണ്ട് ഒന്നും കൂടെ നനഞ്ഞ് കിട്ടുമല്ലോ. പിന്നെ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കണ പോലെ തന്നെ, അത് കാരണം ഞാൻ വീഡിയോയിൽ കുറ്റിയിൽ നിറക്കുന്നൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ അതങ്ങനെ ഉച്ചയായിരിക്കണ്, നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസത്തെ വീഡിയോ ഇതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തുടക്കലും കുറച്ച് പണികളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് ഉച്ചയായിരിക്കണ്. അപ്പോൾ തുടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ അത് കോലായത്താണ് തുടക്കണത്. അതൊക്കെ നേരത്തെ തന്നെ തുടച്ചിരിക്കണം. അതിന് ശേഷമാണ് കോലായം തുടക്കാൻ പുറത്തേക്ക് വന്നത്. അപ്പം അങ്ങനെ അകം ഒക്കെ കാണിച്ചതാണ്. അതുകൊണ്ട് അതെല്ലാം തുടക്കൽ കഴിഞ്ഞിട്ടാണ്. പിന്നെ അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റൊന്ന് അടിക്കാമെന്ന് വിചാരിച്ച്. എന്തായാലും വെയിലൊക്കെ തെറിച്ചതല്ലേ, നല്ല ചവറും ഇലകളൊക്കെ നിറയെ ഉണ്ട്. അപ്പം അങ്ങനെ ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് എന്നതാണ്. അടിച്ചാലും നീങ്ങണില്ല, അത്രക്ക് ചവറാണ്. പിന്നെ ആണെങ്കിൽ മഴ പെയ്തിട്ട് നനഞ്ഞ് കിടക്കണ ചവറില്ല. അപ്പം അതുകൊണ്ട് തീരെ നീങ്ങണമില്ല. ഇത് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ. അങ്ങനെ വീഡിയോ ചെയ്തതാണ്. ഇതാ നിറയെ മരങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് ചവറ് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ചൂലുകൊണ്ട് അടിച്ചിട്ട് നീങ്ങാത്തത് കൊണ്ട് ബ്രഷ് കൊണ്ട് വീണ്ടും വന്ന് അടിച്ചിട്ട് നീക്കി കൂട്ടിയിടുകയാണ്. അങ്ങനെ ബ്രഷ് കൊണ്ട് കുറേ അടിച്ചടിച്ചിട്ടാണ് ഇങ്ങനെ കിട്ടിയത്. അങ്ങനെ മിറ്റൊക്കെ അടിച്ച് കഴിഞ്ഞ് എല്ലാതും ഒരു ഭാഗത്ത് കൂട്ടിയിട്ട് ഫുള്ളായിട്ട്. പിന്നെ അടുത്ത പണി ഇതാ തിരുമ്പി ഇട്ടത് തോരടലായിരുന്നു. ഒരുപാട് തിരുമ്പി വെച്ചിട്ട് ഉണങ്ങാണ്ട് മഴയായ കാരണം കൊണ്ട് അങ്ങനെ അതൊക്കെ തോരട്ട് കഴിഞ്ഞ്. അപ്പോൾ കുറച്ചും കൂടെ ഭാഗത്ത് അടിക്കാനുണ്ടായിരുന്നു. അത് വീണ്ടും ഒന്നും കൂടെ അടിച്ച് തീർക്കാമെന്ന് കരുതി അങ്ങനെ അടിച്ചതെല്ലാം ഒരുമിച്ച് ഇതാ കൂട്ടിയിട്ടിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലമൊക്കെ അതാ അടിച്ച് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ആ പണി കഴിഞ്ഞ് ഞങ്ങൾ ചോറിനാൻ വേണ്ടിയിട്ട് ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ട്. വെക്കണമെന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ അതാ സാമ്പാറാണ്. കോവക്ക കൂടുതലിട്ടിട്ടുള്ള സാമ്പാറാണ്. പിന്നെ കയ്പക്ക പൊരിച്ചത്, പപ്പടം പൊരിച്ചത്, അങ്ങനെ പിന്നെ സോയാബീന് റോസ്റ്റ് ആക്കിയിട്ട് അതും ഇരിക്കുന്നുണ്ട്. അങ്ങനെ ചോറിനാൻ വേണ്ടിയിട്ട് ഇതാ മേശമ്മ വിളമ്പി വെച്ചിട്ടുണ്ടല്ലോ. അതും അതിൻ്റെ കൂടെ മോരുകറിയും ഉണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്കും ഇക്കാക്കും കൂടെ വിളമ്പി വെച്ചിട്ടുണ്ട്. പിന്നെ ചൂടുവെള്ളമാണ്, അത് ഗ്ലാസ്സിൽ ഒഴിച്ച് വെക്കണത്. ചൂടുവെള്ളമാണ് കുടിക്കാറ്. അപ്പം അങ്ങനെ ഇതാക്കാതെ കഴിക്കണം. ഞാനും കഴിക്കാൻ പോണം. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. കുക്കിംഗ് മാത്രമായിട്ട് വീഡിയോ ചെയ്തതല്ല. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫുള്ളായിട്ട് വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.